ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്തൊക്കെ എല്ലാവരുടെ വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? എനിക്കും മക്കൾക്കും സുഖമാണ്. ഇന്നൊരു വെള്ളിയാഴ്ച ദിവസം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വൈകിട്ടാണ് എണീച്ചിട്ടുണ്ടായിരുന്നത്. മദ്രസയിലല്ലോ വിചാരിച്ചിട്ട് കുറച്ച് നേരം ഒന്നുകൂടെ കിടന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നേരം വൈകിട്ടാണ് ഞാൻ എണീറ്റത്. അങ്ങനെ രാവിലെ എണീറ്റ് അടുക്കളയിൽ പോയി ഫസ്റ്റ് കറി ഉള്ളതാട്ടോ പിന്നെ റെഡിയാക്കി കൊണ്ടിരിക്കണത്. കടലക്കറി വെക്കണുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ളിയും തക്കാളിയും കിഴങ്ങും ഒക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഇന്ന് പുട്ട ഉണ്ടാക്കാൻ വിചാരിക്കണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കടലക്കറി ഇതിക്ക് നല്ലതാണല്ലോ, നല്ല കോമ്പിനേഷനാണത്. പിന്നെയും കറിയൊക്കെ ലേസം മല്ലിച്ചപ്പം പുതിനയൊക്കെ കുറച്ച് എടുത്തുകൊണ്ടോ ഒന്നുകൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഹെസമോളും ഇസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ഉറക്കത്തിലാട്ടോ. ഇസുവിനാണെന്നുണ്ടെങ്കിൽ മദ്രസയിലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 8 മണിക്കൊക്കെ ഉൾട്ടോ ഓന് ചിലപ്പോൾ എണീക്കലുണ്ടാക്കുക. അപ്പോൾ ഞാൻ ഉള്ളിയും തക്കാളിയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഓർത്തിരിക്കുന്നു കേട്ടോ. ആ ഒരു സമയത്താണ് എനിക്ക് പെട്ടെന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ 10ൽ പഠിച്ചത്, പേരും കാര്യങ്ങളൊന്നും ഞാൻ പറയണില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അവളെ. നല്ലൊരു ഫ്രണ്ടായിരുന്നു. നല്ല സ്വഭാവം കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു. പിന്നെ എന്തെങ്കിലും നമുക്ക് ഇപ്പോൾ പഠിച്ചേണ്ട കാര്യത്തിലായിക്കോട്ടെ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുതരാനും പിന്നെ നല്ലൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു സമയത്ത് ഞാനിങ്ങനെ ഓളം ഓർത്തുകൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഇപ്പോൾ ഞാൻ പറയണ്ടായ കാരണം. അപ്പോൾ ഈ ഒരു നിമിഷപ്പോൾ ഒരു കോണ്ടാക്റ്റും ഇല്ല കേട്ടോ എന്നോട്. ഞങ്ങൾ രണ്ടാളും ഫ്രണ്ട്സ് ആയതിന് ശേഷം പിന്നെ ഓള് കുറച്ച് പൊട്ടിത്തെറിച്ചും കൊണ്ടാട്ടോ നല്ല സംസാരിക്കുകയൊക്കെ ചെയ്യും എല്ലാവരോടും. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് പിന്നെ വേറൊരു കുട്ടികളൊക്കെ ഓളോട് വന്നിട്ട് നല്ല അടുപ്പം കാണിക്കും. അല്ലെങ്കിൽ പിന്നെ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഓള് വിട്ട് പോകും എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ തെറ്റൂരിക്കൊക്കെ ചെയ്തിരുന്നു ആ ഒരു സമയത്ത് കേട്ടോ. നല്ലൊരു ഫ്രണ്ടായിരുന്നു കേട്ടോ ഓള്. പിന്നെ എൻ്റെ കല്യാണത്തിന് ശേഷം എൻ്റെ ഓരോ കാര്യങ്ങൾ പറയുമായിരിക്കും. എന്തേലും ഇടങ്ങേറ് വരുമ്പോൾ പറയാനോ അല്ലെങ്കിൽ സന്തോഷം വരുമ്പോൾ പറയാനോ ഒക്കെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു. ഓള് കോളേജ് പിന്നെ ജോലി അങ്ങനെ പോയി. ഞാൻ എൻ്റെ ജീവിതത്തോട് ഇങ്ങനെയും പോന്നു. പക്ഷേ പിന്നീട് ഓൾക്ക് കുറേ ഫ്രണ്ട്സും കാര്യങ്ങളും കിട്ടിയതുകൊണ്ടാണോ പിന്നെ ജോലി കാര്യങ്ങൾ എന്താണെന്നറിയില്ല, പിന്നീട് ഒരു കോണ്ടാക്റ്റ് ഉണ്ടായിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ എന്തെങ്കിലും മെസ്സേജ് അയക്കുമ്പോഴൊക്കെ ഓൾക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. എനിക്ക് അങ്ങനെ ഫീലായിട്ടോ. പിന്നെ ഇനി ഓളെ സാഹചര്യം എന്താണെന്നുള്ളത് ഞാൻ കൂടുതൽ ചോദിക്കാനും നിന്നില്ല. പിന്നെ ഞാനോളെ കാണാൻ വേണ്ടി പോകാൻ നിന്ന സമയത്ത് പിന്നെ ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ അകന്നു പോണ പോലെ തോന്നിട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ കൂടുതൽ ഞാനായിട്ട് പിന്നെ മെസ്സേജ് അയക്കാൻ പോയില്ല. പിന്നെ ഞാൻ ലാസ്റ്റ് പറഞ്ഞ് ഇനി ഞാനായിട്ട് മെസ്സേജ് അയക്കില്ല കേട്ടോ, എനിക്കിഷ്ടമല്ലാതെ പിന്നെ സംസാരിക്കാനോ മെസ്സേജ് അയക്കാനോ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഞാനായിട്ട് മെസ്സേജ് അയക്കില്ല എന്ന് പറഞ്ഞ് ഒരൊറ്റ വാക്ക് പറഞ്ഞ് പോകുന്നത് കേട്ടോ. പിന്നെ എന്തേ വരെ ഒരു കോണ്ടാക്റ്റും ഇല്ല ഞാനായിട്ട്. പിന്നെ എന്തെങ്കിലും ഒരു വിവരം അറിയണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ഞാൻ തന്നെ കേട്ടോ കോണ്ടാക്ട് ചെയ്യല്. ഓൾ ഇങ്ങോട്ട് വരലില്ല. അപ്പോൾ എന്ത് തിരക്കായിക്കോട്ടെ. അപ്പോൾ ആ ഒരു പിന്നെ കാലത്ത് അവിടെ തീർന്നിട്ടുണ്ടാവുമായിരിക്കും ഓളെ കാര്യത്തിൽ. പക്ഷെ എനിക്കൊരിക്കലും ഓളെ മറക്കാനോ ഒന്നും പറ്റണില്ല കേട്ടോ. കാരണം ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരിക ഓളുടെ ഒരു മുഖമാണ്. എനിക്ക് വേറെ കുറേ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല സ്വഭാവം നല്ല പെരുമാറ്റവും കാര്യങ്ങളൊക്കെ ഉള്ളത്. പക്ഷേ ഓളെന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതം എന്താണെന്നുള്ളത് കൂടുതൽ ഞാൻ ഓളോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അഥവാ നമുക്കുള്ള സന്തോഷം സങ്കടം എന്ത് വരികയാണെന്നുണ്ടെങ്കിലും ആ ഒരു ഇതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും സന്തോഷമോ സങ്കടം വരുമ്പോൾ ഞാൻ ഓൾക്കാട്ടോ കൂടുതലായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഓൾ എന്നെ അകന്നു പോയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം എന്തായാലും ഓളുടെ ഒരു വിവരമില്ല കേട്ടോ. ഇനി കല്യാണം കഴിഞ്ഞോന്നോ ഒന്നും ഒരു വിവരമില്ല. എന്തെങ്കിലും കല്യാണം കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ വിളിക്കുന്നതിലൊരു പ്രതീക്ഷ ഉണ്ട്. എന്താണെങ്കിലും അവൾക്ക് നല്ലത് മാത്രം വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്ന സമയത്ത് ഓളുടെ ഒരു സ്വഭാവം എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എന്ത് കാരണം കൊണ്ടാണ് പകന്നു പോയതെങ്കിലും പിന്നെ അത് ഓൾക്ക് ഉള്ളതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ് ഞാൻ.
ഇതെന്താ ഞാനിവിടെ പറയാൻ കാരണം എന്ന് വെച്ചാൽ എനിക്ക് ചില സമയങ്ങളിൽ ഓർമ്മ അങ്ങനെ വരും കേട്ടോ. അപ്പം അതുകൊണ്ടാണ് പിന്നെ ഞാൻ പറയാൻ കാരണം. പിന്നെ അതേപോലെ എനിക്ക് എൻ്റെ കല്യാണത്തിന് ഗിഫ്റ്റായിട്ട് തന്നിട്ടുള്ളൊരു ഫ്ലവർ ഉണ്ട് കേട്ടോ. എല്ലാവരെക്കാട്ടിലും ഒരു സ്പെഷ്യലായിട്ടുള്ള കുറച്ച് അന്നത്തെ ഒരു സമയത്ത് കുറച്ച് സാധാ നോർമൽ ഫ്ലവറാട്ടോ എല്ലാവരും തന്നിരുന്നത്. എനിക്കോള് കുറച്ച് വലുതാട്ടോ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അതെനിക്ക് ഭയങ്കര അതന്നെ ഉള്ളൂ കേട്ടോ ഒരു ഓർമ്മക്കായിട്ട്. ഇപ്പോൾ പിന്നെ ഫോട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ടൂറ് പോയ സമയത്ത് അതൊന്നും ഇപ്പം എൻ്റെ അടുത്തില്ല. അപ്പോൾ എന്തായാലും അതിപ്പോൾ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ ആ ഫ്ലവറും കാര്യങ്ങളും. അത് എന്നിട്ട് എൻ്റെ കുട്ടീനോട് പറയും ഇതിൻ്റെ ഫ്രണ്ടിൻ്റെ കേട്ടോ അത് ഇവിടെ വെക്കുകയാണ് പറഞ്ഞിട്ട് ഞാനത് പിന്നെ ഞങ്ങളെ റൂമിലാട്ടോ വെച്ചിട്ടുള്ളത്. എന്താണെങ്കിലും ഓക്കെ ഇൻഷാ അല്ലാഹ് ഒക്കെ ശരിയാക്കും. അപ്പോൾ എന്തായാലും ഇന്നേന് പുട്ടാട്ടോ ഉണ്ടാക്കുന്നത്. കടലക്കറിയും കാര്യങ്ങളൊക്കെ കുക്കറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുട്ടിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പഠിച്ചിരുന്ന സമയത്ത് ഇപ്പോൾ 10 ആയിക്കോട്ടെ അതേപോലെ 9 ആയിക്കോട്ടെ ഫ്രണ്ട്സുകൾ തമ്മിൽ തെറ്റുക അതേപോലെ ഇങ്ങനെ ഒരു കുശുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു സമയത്ത്. പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെ ഫ്രണ്ട്സുകൾക്കിടയിൽ അങ്ങനെ ഇല്ല എന്നാട്ടോ എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഞാൻ +1 +2 പഠിച്ച സമയത്തും എനിക്ക് നല്ല ഫ്രണ്ട്സുകളെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അതേപോലെ ഒരു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പാര വെക്കണ ഫ്രണ്ട്സോ കാര്യങ്ങളോ ഒന്നും ആയിരുന്നില്ല കേട്ടോ +1 +2 ആയ സമയത്ത്. ഇപ്പോൾ അത്രയും കൂടുതലാണ് കേട്ടോ. അഥവാ പാരയും കാര്യങ്ങളൊന്നുമല്ല, നല്ല തിക്ക് ഫ്രണ്ട്സ് ആയിട്ടാട്ടോ എല്ലാവരും ഇതാണത്. ഓളകന്ന് പോയാലും പിന്നെ അതൊരു ഭാഗത്താണെന്നുണ്ടെങ്കിലും മറുവശത്ത് എനിക്ക് കുറേ ഫ്രണ്ട്സുകൾ ഇപ്പോൾ ഉണ്ട് കേട്ടോ. ഓൾറെഡി ഉള്ള ഫ്രണ്ട്സ് തന്നെ. അത് ഓരോ സമയത്ത് ഓരോ ഫ്രണ്ട്സ് ഓരോ ക്ലാസ്സിലെത്തുമ്പോൾ ഓരോ സമയത്ത് അങ്ങനെ ഉണ്ടായതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴും ആ ഒരു സമയത്താണെന്നുണ്ടെങ്കിലും അത് കഴിഞ്ഞിട്ടുള്ളതാണെന്നെങ്കിലും എനിക്ക് നല്ല ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ കടലക്കറി കുക്കറിൽ വെച്ചു. അപ്പോൾ അതിൻ്റെ മുകളിൽ തന്നെ ഞാൻ പുട്ടും വെക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. രണ്ടും പാടെ ഒരുമിച്ച് ആക്കുമല്ലോ വിചാരിച്ചിട്ടാട്ടോ ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കാൻ വിചാരിച്ചത്. അപ്പോൾ ഞാൻ ഇസൂനൊന്നും മദ്രസൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പിന്നെ സ്കൂൾക്ക് ഇപ്പോൾ അതെന്തായാലും കൊടുത്തേക്കാൻ പറ്റില്ല, പുട്ട് കൊടുത്തേക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുവിധം പുട്ടൊക്കെ ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഹെസമോള് നല്ല ഉറക്കത്തിലാട്ടോ. ഓള് നീച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ രണ്ടാളും പാടെ ഭക്ഷണം കഴിക്കാൻ നിൽക്കുകയാണ്. ഇസു പറഞ്ഞു എനിക്ക് വാരിത്തരണം, മോൻ്റെ കയ്യുമ്പോൾ മുറിയുണ്ട് പറഞ്ഞേ, തൊലി അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കറി തട്ടിക്കഴിഞ്ഞാൽ നീറും പറഞ്ഞിട്ട് ഞാൻ വാരി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനും പാടെ തിന്നാൻ വിചാരിച്ചിട്ട് രണ്ടാളും പാടെ കഴിക്കുകയാണ്. ഇസൂന് ഞാൻ അധികം ഇപ്പോൾ ഒരു വർഷം മുന്നേ വരെ 1 വർഷമായിട്ടുള്ളൂ കേട്ടോ ഓന് സ്വന്തമായിട്ട് കൂടുതലായിട്ട് ഒറ്റയ്ക്ക് തിന്നൽ. അല്ലാത്ത പക്ഷമൊക്കെ ഞാൻ ഓനിക്ക് വാരി കൊടുക്കലാണ്. ഫസ്റ്റ് എനിക്ക് ഓൻ തന്നെയല്ലേ ഉള്ളു ഉണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാനും ഓനും കൂടുതലായിട്ട് ഹെസമോൾ ഉണ്ടാവണം. ഇതിൻ്റെ മുന്നേ ഒരുമിച്ച് ഒരു 5-6 വർഷം ഒരുമിച്ച് ഇങ്ങനെ നടക്കല്ലേ ഞങ്ങൾ ഒറ്റയ്ക്ക് ഉണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഓനിക്ക് വാരി കൊടുക്കുക തന്നെ ഇരിക്കും എന്ത് ഭക്ഷണമെന്നുണ്ടെങ്കിലും. പിന്നെ സ്കൂളിൽ പോയതിന് ശേഷമാണെന്നുണ്ടെങ്കിലും സ്കൂൾക്ക് പോകുമ്പോൾ അവിടുന്ന് ഓൻ ഒറ്റയ്ക്ക് കഴിക്കും. അതേപോലെ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഞാൻ വാരി കൊടുക്കും കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല മടിയാണ് ഭക്ഷണം കഴിക്കാൻ. ഇപ്പോൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ തന്നെ കുറേ നേരം ആക്കും പോലെ തന്നെ ഉള്ള തിന്ന്. അപ്പോൾ എന്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ വിശപ്പോണ്ടും ആ ഒരു ഇഷ്ടം കൊണ്ടും പെട്ടെന്ന് കഴിക്കുന്നല്ലാതെ അല്ലാത്തതാണെന്നുണ്ടെങ്കിലും ടൈം എടുക്കും കേട്ടോ, നല്ലോണം ടൈം എടുക്കും. അപ്പം ഞാൻ തോന്നി എനിക്ക് കുറേ വാരി കൊടുത്തതല്ലേ. പിന്നെ സ്കൂൾ വിട്ടാലാണെങ്കിലും സ്കൂൾക്ക് പോകുമ്പോഴാണെങ്കിലും രാത്രിയാണെങ്കിലും സ്കൂൾക്ക് പോകണ ഒരു ഉച്ചൻ്റെ സമയത്തുള്ള ഭക്ഷണം മാത്രം തന്നെ ഉള്ള ഒരു ഒറ്റക്ക് കഴിച്ച ശീലം. ബാക്കിയൊക്കെ ഞാൻ വാരി കൊടുക്കല്ലേ. എന്നിട്ട് എല്ലാവരും പറയും ജോനിക്ക് എപ്പോഴും വാരി കൊടുക്കുകയാണോ, എന്തിനാ വാരി കൊടുക്കണോ, ഒറ്റക്ക് തിന്നാൻ പറ്റൂല എന്നൊക്കെ പറയും കേട്ടോ. അപ്പം ഞാൻ പാവല്ലേ സ്കൂൾ വിട്ട് വന്ന് കുഴങ്ങിയതല്ലേ, അതേപോലെ സ്കൂൾക്ക് പോകുമ്പോഴാണെങ്കിലും ഒരു പാവം തോന്നിയിട്ടൊക്കെ വാരി കൊടുക്കും കേട്ടോ. അപ്പം അതുകൊണ്ട് ഇപ്പോൾ കുറച്ചൊക്കെ ബുദ്ധിമുട്ടായിട്ടോ എനിക്ക്. ഇടയ്ക്ക് ഞാൻ വാരി ഇങ്ങനെ കൊടുക്കണം. എനിക്ക് ഇപ്പം കൈമ മുറിയായതുകൊണ്ടാണ്. ഹെസമോൾക്കാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യമാണെങ്കിൽ എന്ത് കൊടുത്താലും അവൾ കഴിക്കും. ഇന്നതെന്നൊന്നുമില്ല. ചെറുപ്പത്തിലെ ഈസൂൻ്റെ കുറേ ഞാൻ വേണ്ടാത്ത കാര്യങ്ങൾ അഥവാ ഒരു മാത്രമല്ലേ ഉള്ളൂ വിചാരിച്ചിട്ട് കുറേ ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ട് പിന്നീട് ഇതിന് ബുദ്ധിമുട്ടായി മാറിയിട്ട് എവിടെ പോയി കഴിഞ്ഞാലും ചില സമയങ്ങളിൽ നമുക്കതൊരു ബുദ്ധിമുട്ടാകും വാരി കൊടുത്തു കഴിഞ്ഞാലൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെസമോളെ കാര്യത്തിൽ കുറേ കുളഞ്ഞ ഒറ്റക്ക് കഴിക്കലുണ്ട്
ഉണ്ട് കേട്ടോ. അപ്പോൾ അവൾക്ക് 3 വയസ്സുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓള് പിന്നെ ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ ഒറ്റക്ക് കഴിക്കും. പക്ഷെ ഞാൻ വൃത്തിയാക്കേണ്ട കാര്യം വിചാരിച്ചിട്ട് ചില സമയങ്ങളിൽ ഞാൻ തന്നെ വാരി കൊടുക്കില്ല കേട്ടോ. പക്ഷെ എനിക്ക് ടൈമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഓൾക്ക് ഭക്ഷണം വെച്ച് കൊടുക്കലാണ് മുന്നേക്ക്. എന്നാൽ കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിൽ ഓൾ കഴിക്കും അത്. അപ്പോൾ നമ്മൾ ശീലിപ്പിക്കണ പോലെ ആയിരിക്കും മക്കളെ കാര്യങ്ങൾ. അങ്ങനെ കുക്കറിൽ പിന്നെ ചോറ് വെച്ചിക്കുക കേട്ടോ. അന്ന് എനിക്ക് ഓർക്കുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത് കൂട്ടാനായിട്ട്. ഇസൂനെയൊക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ തിരുമ്പാൻ വേണ്ടി പോയിട്ടോ. അപ്പോൾ ഇനി മുറ്റടിച്ചോരും കൂടിയും ചെയ്യുകയാണ്. ഇനി ഹെസമോളാണെന്നുണ്ടെങ്കിൽ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഓള് നല്ല കളിയിലാട്ടോ. ഓള് മുറ്റത്ത് തന്നെ അപ്പുറത്തെ സൈഡിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടികളൊപ്പം. അപ്പം ഞാൻ വേഗം കൂട്ടാനും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ വേഗം മുറ്റടിച്ചു വരാനും അതേപോലെ തന്നെ തിരുമ്പാനും വേണ്ടി മുറ്റത്തിറങ്ങിയിരിക്കുകയാണ്. എന്നാൽ പിന്നെ ബാക്കിയുള്ളത് ഇത് കഴിഞ്ഞിട്ട് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ തിരുമ്പൽ ഭയങ്കര അതാട്ടോ. ഹെസമോളാണെന്നുണ്ടെങ്കിൽ നല്ലോണം പരത്തിയേക്കണു. ഓള് പുസ്തകം കീറിയിട്ട് കളിച്ചു കൊടുന്ന്. അപ്പം അതുകൊണ്ട് തന്നെ മുറ്റത്ത് കൂടെ ഒക്കെ ആകെ പരത്തിയേക്കണം. അപ്പം അതൊക്കെ ഞാൻ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ കാര്യത്തിൽ തിരുമ്പൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് തന്നെ കേട്ടോ തിരുമ്പലൊക്കെ. ഞാൻ എൻ്റെ ചെറുപ്പത്തിലാണെന്നുണ്ടെങ്കിലും ഉമ്മാക്ക് എൻ്റെ താഴെ അനിയന്മാരും അനിയത്തിയൊക്കെ ആയതുകൊണ്ട് തന്നെ ഉമ്മാക്ക് കൂടുതൽ ഭാരം ഉണ്ടാകരുത് വിചാരിച്ചിട്ട് ഞാൻ കൂടുതൽ ഞങ്ങൾക്ക് കുറേ ആൾക്കാരുള്ളതായതുകൊണ്ട് തന്നെ തിരുമ്പം കുറേ ഉണ്ടാവും കേട്ടോ. അന്ന് മെഷീനും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഞാൻ എന്ത് കേട്ടോ എല്ലാവരതും പോയിട്ട് തിരുമ്പും. പക്ഷേ ഒലിമ്പി ഇടാനൊന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല. അതേപോലെ തോരിടാനും ഇഷ്ടമല്ല. തിരുമ്പി വെക്കും. പിന്നെ അതേപോലെ ഒലിമ്പി ഇടുന്നാണ് തോന്നുന്നത്. അങ്ങനെ തിരുമ്പൽ ഞാൻ അങ്ങനെ കഴിച്ചു വെക്കും കേട്ടോ. ലോഡ് ഉണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് തിരുമ്പൽ എന്ന് പറയണ അത്ര റിസ്ക് ആയിട്ട് തോന്നില്ല. പക്ഷേ എപ്പോഴും തിരുമ്പാൻ ഉണ്ടാവും കേട്ടോ. എനിക്ക് തിരുമ്പിയത് നല്ല വൃത്തിയിൽ ഇപ്പോൾ തോരിടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ആദ്യം തോരിടുന്നത് എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. അത് ഉമ്മ ചെയ്യും. പിന്നെ അത് ഞാൻ ചെയ്താൽ ശരിയാവില്ല എന്നോ അതേപോലെ എന്തോ കാരണം എനിക്കറിയില്ല. ആ ഒരു സമയത്ത് സ്കൂൾ പഠിച്ചിരുന്ന സമയത്താട്ടോ കുറേ ഉണ്ടാവും കേട്ടോ തിരുമ്പാനും. 3 അനിയന്മാരതും അനിയത്തിൻ്റെയും ഉമ്മാൻ്റെതും എല്ലാവരതും ഉണ്ടാവും. എൻ്റെതും ഇപ്പം അത് ഗൾഫിലാക്കാൻ കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരതും ഞാൻ തിരുമ്പോട്ടോ. തോരിടലും പിന്നെ അതേപോലെ ഒലിമ്പിടലും ഒക്കെ അമ്മയാണ്. അന്ന് എനിക്കത് ഇഷ്ടം ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇന്ന് എനിക്ക് തിരുമ്പണത് അത്ര ഇഷ്ടമൊന്നുമില്ല. പക്ഷേ വൃത്തിയിൽ ഒലിമ്പിടുന്നതും തോരിടുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. പിന്നെ ഇപ്പം എൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാലും മെഷീനിൽ തിരുമ്പി കഴിഞ്ഞാൽ എനിക്കത് അത്ര ഇഷ്ടമാകില്ല. ചളി പോകില്ല അറിയുന്ന അമ്മനോട്. എനിക്ക് കല്ലുമ്മ തിരുമ്പണത് ഭയങ്കര ഇഷ്ടം. അപ്പം തിരുമ്പലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ വെള്ളം കഴിഞ്ഞു നോക്കണു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മോട്ടറൊക്കെ ഇട്ടിട്ട് ഞാൻ എല്ലാറ്റിക്കും വെള്ളം പിടിക്കുക കേട്ടോ. പിന്നെ ബക്കറ്റൊക്കും കുടുക്കിയേക്കും. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം നല്ല വെള്ളം പിടിക്കുകയാണ്. മോട്ടർ ഇടുന്ന സമയത്ത് പിന്നെ കുറച്ച് കുടുക്കിയും ബക്കറ്റൊക്കെ നിറച്ച് വെക്കും കേട്ടോ. അത്യാവശ്യമുള്ളത് മാത്രം. എനിക്ക് തോരിട്ടിട്ടില്ല കേട്ടോ. ഡ്രസ്സും കാര്യങ്ങളൊക്കെ. അതേപോലെ തന്നെ ഹെസമോളെ കുളിപ്പിച്ച് ഉള്ളിൽ കയറ്റണം. അപ്പം അതിന് വെള്ളം എല്ലാറ്റിക്കും നിറച്ചതിന് ശേഷം വേണം തോരിടാനും അതേപോലെ തന്നെ ഹെസമോളെ കുളിപ്പിക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാറ്റിക്കും വെള്ളമൊക്കെ പൊടിച്ചതിന് ശേഷം ഞാൻ പിന്നെ തുണികൾ തോരിടാൻ വേണ്ടി പോവാട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അയലമ്മ നിറച്ച തുണികളാണ്. അപ്പോൾ ഞാൻ ഓരോന്നോരോന്ന് കുടഞ്ഞിട്ട് എടുത്ത് വെക്കുക കേട്ടോ. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ജന്തുക്കളോ കാര്യങ്ങളുണ്ടാവും. എനിക്ക് ഭയങ്കര പേടിയാട്ടോ ഈ ഓമരപ്പുഴുക്കളെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോന്നോരോന്ന് കുടഞ്ഞ് ഇട്ട് വേണം ഞാൻ എടുത്ത് വെക്കൽ കേട്ടോ. എന്നിട്ടും 1-2 പ്രാവശ്യം സിറ്റ് ഔട്ടിലും അതേപോലെ പുറത്തൊക്കെ കൊണ്ടുപോയിട്ട് നല്ലോണം കൊട്ടിയിട്ട് കൊള്ളിട്ട് ഉള്ളിൽ കയറ്റുക. എനിക്ക് ഭയങ്കര പേടിയാണ് ആ ഒരു സംഭവത്തിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസുവിൻ്റെ യൂണിഫോമും കാര്യങ്ങളും ഒക്കെ എടുത്തേച്ചു. ഒരു യൂണിഫോം മാത്രം ഉണങ്ങിയിട്ടില്ല കേട്ടോ, അതിൻ്റെ ഷർട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അവിടെ തന്നെ വെച്ചു. ബാക്കിയുള്ളതൊക്കെ തോരിടാൻ വേണ്ടി നിൽക്കുകയാണ്. ഇന്ന് അത്യാവശ്യം എനിക്ക് കുറേ തിരുമ്പാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് മാത്രമുള്ള അയലുണ്ടായിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ ചെറിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഹെസമോളതൊക്കെ ഞാൻ സിറ്റ് ഔട്ടിൽ ചാരുപടി മേട്ട ഇടുന്നത്. ആ ഒരു സമയത്ത് അവിടേക്ക് നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് കൂടുതൽ തിരുമ്പാനുള്ളത് കൊണ്ട് തന്നെ അവിടെ അയൽമ സ്ഥലം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് കുട്ടികളത് മാത്രം ഹെസൻ്റെതോ ഐസുൻ്റെതോ മാത്രമേ ഇവിടെ സിറ്റ് ഔട്ടിൽ കൊടുന്നിടും. അപ്പോൾ ഇവിടേക്ക് അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം ഉണങ്ങുമല്ലോ. അങ്ങനെ തിരുമ്പലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കൂർക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നല്ലോണം വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മത്തെ തൊലിയൊന്ന് പോയിക്കോട്ടെ വിചാരിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതധികം കൂടുതൽ പോയിട്ടൊന്നും ഉണ്ടായില്ല കേട്ടോ. പിന്നെ ഓരോന്നോരോന്ന് ഇങ്ങനെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുക കേട്ടോ.
അപ്പോൾ അതുകൊണ്ട് തന്നെ കൂർക്കയും കാര്യങ്ങളൊക്കെ നന്നാക്കൽ കഴിഞ്ഞതിന് ശേഷം ഞാനിത് പെട്ടെന്ന് വെച്ചിട്ടോ. ഹെസമോൾക്കാണെന്നുണ്ടെങ്കിൽ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ കുളിച്ചാൻ പോണതിൻ്റെ മുന്നേ തന്നെ ഹെസമോൾക്ക് ഞാൻ ഭക്ഷണം കൊടുത്തുട്ടോ. പിന്നെ ഓളിൻ്റെ അടുത്ത് കുറച്ച് നേരം വന്നിരിക്കട്ടോ. ഓൾക്ക് കാല് വേദനിക്കാണ് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് നേരം ഓളെ മടിയിലിരുത്തിയിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കാട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ. ഇതിൽ ഞാൻ കൂടുതലായിട്ടൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി എനിക്ക് ഭക്ഷണമൊന്നും ഞാൻ ഉച്ചക്ക് കഴിച്ചിട്ടില്ല. രാവിലത്തെ ചായയും കടി കേട്ടോ ഞാൻ അപ്പോൾ കഴിക്കണത്. ഹെസമോൾക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്ര ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഒരിക്കലും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുകൊണ്ടോ, അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുകൊണ്ടോ, സബ്സ്ക്രൈബ് ചെയ്യുകൊണ്ടോ. ഓക്കെ.